നമസ്കാരം, ടുഡേ മലപ്പുറത്തിലേക്ക് സ്വാഗതം. സിമന്റ് ചാക്കുകളുമായി പോകുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിൽ ഇടിച്ച് 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിരൂർ കുറ്റിപ്പുറം റോഡിലെ മഞ്ചാടിയിലാണ് അപകടം. ആദവനാട് പുതിയ വീട്ടിൽ മുഹമ്മദ് ഷഹീറിന്റെ ഭാര്യ സജ്ന, മകൻ മുഹമ്മദ് അജ്മൽ, ഓട്ടോ ഡ്രൈവർ കുറ്റിപ്പുറം കല്ലട് വീട്ടിൽ മുസ്തഫ എന്നിവർക്കാണ് പരിക്കേറ്റത്. ശബരിമല തീർത്ഥാടക സംഘത്തിലെ 9കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളെ കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പാങ്ങു സ്വദേശിയായ 62കാരനെയാണ് ചൈൽഡ് ലൈനിൽ നിന്ന് ലഭിച്ച പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്തത്. വാഹന പരിശോധനയ്ക്കിടെ കണ്ടെത്തിയത് കോഴിക്കോട് നിന്ന് മോഷണം പോയ ബൈക്ക്. മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് തിരൂർ സ്ക്വാഡ് നരിപ്പറമ്പിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് ബൈക്ക് കണ്ടെത്തിയത്. 2 പേർ ബൈക്കിൽ വരുന്നതിനിടെ ഉദ്യോഗസ്ഥർ കൈകാട്ടി. എന്നാൽ ഇവർ വണ്ടി നിർത്തി ഇറങ്ങിയോടുകയായിരുന്നു. അമരമ്പലം പഞ്ചായത്തിലെ മലയോര ഗ്രാമമായ TK കോളനി ഒളർവട്ടം തേൾപ്പാറ നിവാസികളുടെ കരട് ഭീതി അകലുന്നില്ല. ജനവാസ മേഖലയായ പെരിയങ്ങോട് ഭാഗത്താണ് കരടി ഇറങ്ങിയത്. കരടി റോഡ് മുറിച്ച് കടക്കുന്നത് കണ്ട വാഹനയാത്രക്കാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. പല ഭാഗങ്ങളും പാടെ തകർന്ന കൊളത്തൂരിലെ അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിൽ യാത്ര ദുസ്സഹമായി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കുഴിയിൽ വീണ് 4 ബൈക്ക് അപകടങ്ങളാണ് ഇവിടെ നടന്നത്. ഘട്ടം ഘട്ടമായാണ് നവീകരണമെന്ന് സർക്കാർ അറിയിച്ചു. കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിനുള്ള പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ വൈകുന്നു. പദ്ധതിയുടെ DPR തയ്യാറാക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പഞ്ചായത്തിൽ നിന്ന് ഡിസൈൻ അംഗീകരിച്ച് കിട്ടാത്തതിനാലാണ് എസ്റ്റിമേറ്റ് നടപടികൾ വൈകുന്നത്. DTPCയുടെ കീഴിലുള്ള കരിവാരക്കുണ്ടിലെ ചേറുമ്പ് ഇക്കോ വില്ലേജ് സഞ്ചാര കേന്ദ്രം സംരക്ഷണ ഭിത്തികൾ തകർന്നു. ഇതുവരെ നവീകരണ പ്രവർത്തനം നടന്നില്ല. അപകട സാധ്യത കാരണം കുട്ടികളുടെ പാർക്ക് പൂട്ടിക്കിടക്കുകയാണ്. റൈഡുകൾ ഉപയോഗിക്കാതിരിക്കാൻ മുള്ളുകൾ നിരത്തിയിട്ടുണ്ട്. പുതുവത്സരാഘോഷത്തിന് തീവണ്ടി വഴിയുള്ള മദ്യകടത്ത് തടയാൻ എക്സൈസ് ഉദ്യോഗസ്ഥരും RPFും നടപടി തുടങ്ങി. തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് മലപ്പുറത്ത് നിന്നെത്തിയ ലൈക്ക എന്ന പോലീസ് നായ പാഴ്സൽ കേന്ദ്രത്തിലെ സാധനങ്ങളും യാത്രക്കാരുടെ ലഗേജുകളും പരിശോധന നടത്തിയത്. എന്നാൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.